ഇപ്പോൾ നമ്മോടൊപ്പം MG സുരേഷ് കുമാർ മുൻ KCB ഉദ്യോഗസ്ഥൻ കൂടിയാണ്. മാത്രമല്ല ജീവനക്കാരുടെ സംഘടനാ നേതാവ് കൂടിയായ ശ്രീ MG സുരേഷ് കുമാറിലേക്ക് പോയാൽ, ശ്രീ സുരേഷ് കുമാർ, മുമ്പ് KCBയിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ അച്ചടക്ക ലംഘനം കാട്ടിയവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച B അശോക് കുമാർ ഇപ്പോൾ നിറഞ്ഞാടുന്ന പൊറാട്ട് നാടകം കളിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം മുമ്പ് പിണറായി സർക്കാരിനെക്കുറിച്ച്, പിണറായി വിജയനെക്കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച് അക്കമിട്ട് വസ്തുതകൾ നിരത്തി പുകഴ്ത്തിയ ആളാണ് ഇപ്പോൾ ഒരു മനംമാറ്റത്തിലെത്തി ഇങ്ങനെ മാധ്യമങ്ങളോട് നിരന്തരം ആഞ്ഞടിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷന് കാരണങ്ങൾ ഇല്ല എന്നൊക്കെയാണ്. എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാനാകുന്നത്? ഒന്ന്, നേരത്തെ ഇതേ ഉള്ളൊരു വിഷയത്തിനകത്ത് ബോർഡിൽ നടപടിയെടുത്തു എന്ന നയിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഞാൻ KCB ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സന്ദർഭത്തിൽ 2022 മാർച്ച് മാസം 28-29 തീയതികളിൽ ദേശീയ പണിമുടക്ക്, ആ ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലൊരു ഹർജി വരികയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഈ പണിമുടക്കും സംബന്ധിച്ച് മാതൃഭൂമി ചാനലിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ഞാൻ പങ്കെടുത്ത് രാജ്യത്ത് ഇങ്ങനെ ഒരു പണിമുടക്ക് നടക്കുന്നു. ആ പണിമുടക്ക് എന്ന് പറയുന്നത് ജീവനക്കാരുടെ ഒരു അവകാശമാണ്. ആ നിലയ്ക്ക് ജീവനക്കാർക്ക് അവരുടെ അവകാശം എന്ന നിലയ്ക്ക് പണിമുടക്ക് അവകാശം ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. അവരുടെ ആ അവകാശത്തെ ഹനിക്കാൻ കഴിയില്ല എന്ന നിലയ്ക്കാണ്. അല്ലാതെ മറ്റൊരു രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യുന്നത്, സംഘടനാപരമായ അവകാശങ്ങൾ, ഭരണഘടന നൽകുന്ന അവകാശമാണ്. ഭരണഘടന നൽകുന്ന അവകാശം സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. അതിൽ ഈ പറയുന്ന പോലെ സർക്കാരിനെ നേരിട്ട് വിമർശിക്കുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നേരിട്ട് വിമർശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, വ്യക്തിപരമായ ആരെയെങ്കിലും വിമർശിക്കുക ഒന്നും തന്നെ ചെയ്തുകൊണ്ടുള്ളൊരു ചർച്ചയല്ല നടന്നത്. പക്ഷേ ആ ചർച്ച കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോ സുരേഷ് കുമാർ, എന്തോ ലൈനിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, റേഞ്ച് പെട്ടെന്ന് കട്ടാവുന്നു. ഞാൻ ഒരു കാര്യം കൂടി ആവർത്തിച്ച് ചോദിക്കാം. പക്ഷേ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സംഘടനാപരമായ കാര്യം, അത് തൊഴിലാളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അധ്വാനിക്കുന്നവൻ എന്നെ സംബന്ധിച്ച് ആ കൂട്ടായ്മകൾക്ക് വേണ്ടിയുള്ള അവൻ്റെ പോരാട്ടങ്ങൾ അത് ഭരണഘടന അംഗീകരിക്കുന്നതാണ്. ആ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചട്ടങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് താങ്കൾ പ്രവർത്തിച്ചത്. പക്ഷേ എന്നിട്ടും അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്ന ഒരു നടപടി B അശോക് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് മുമ്പുണ്ടായിട്ട്, പക്ഷേ ഇപ്പോഴാകട്ടെ സർക്കാരിൻ്റെ കൃത്യമായ നയങ്ങൾക്കെതിരായി ഒരിക്കലും സംസാരിച്ചു കൂടാൻ പാടില്ലാത്ത വിധത്തിൽ, അതായത് ഒരു ജീവനക്കാരനായിരിക്കെ, ഉദ്യോഗസ്ഥനായിരിക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ചുമതലകൾ വഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത തരത്തിൽ നയങ്ങളെ, തീരുമാനങ്ങളെ ഒക്കെ പൊതുജന സമക്ഷം വന്ന് ആക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരിക്കലും പാടില്ല. അങ്ങനെ എല്ലാവരും ശ്രമിച്ചാൽ എന്താകും ഈ നാടിൻ്റെ അവസ്ഥ? എന്താകും ഉദ്യോഗസ്ഥ വൃന്ദം നടത്തേണ്ട കടമകളുടെയും കർത്തവ്യങ്ങളുടെയും വീഴ്ച? ഇതൊക്കെ വളരെ ഗൗരവവും ഗുരുതരവുമായി പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലാണ് B അശോക് കുമാറിനെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരുന്നത്. പക്ഷേ എന്നിട്ട് വീണ്ടും അദ്ദേഹം കണ്ണടച്ചിരുട്ടാക്കി കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ വളച്ചൊടുക്കുക. അതായത് എന്തോ ഒരു നിക്ഷിപ്ത താല്പര്യത്തിനായി, ആരെയോ തൃപ്തിപ്പെടുത്താനായി, എന്തോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട് പറയുന്നത് വ്യക്തമാക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മുൻകാലത്തെ വാക്കുകളും ഇപ്പോഴത്തെ പ്രവൃത്തിയും വാക്കുകളും തമ്മിലുള്ള പൊരുത്തക്കേടും സൂചിപ്പിക്കുന്നത്. സുരേഷ് കുമാർ, അതിലെ സമഗ്രമായൊരു നിരീക്ഷണത്തിലേക്ക് പോയാൽ. അദ്ദേഹം പോളിസിയെ വിമർശിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിനകത്തൊരു ഡിഫോമേഷന്റെ ഘടകം കൂടിയുണ്ട്. സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട മുഖ്യയെ പരമായി ആക്രമിക്കുന്ന രൂപത്തിലുള്ള സംസാരം ഉണ്ടാവുന്നത്, വ്യക്തിഹത്യയുണ്ട്. ആ വ്യക്തിഹത്യ എന്ന് പറയുന്നത് ഡിഫമേഷൻ ആണ്. സർവീസ് റൂളിന്റെ മാത്രമേ, ഇപ്പൊ സർവീസ് റൂൾ, ഇദ്ദേഹം സർവീസ് ഒരാളായാലും ഹത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ നടപടി എടുക്കാൻ പര്യാപ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നടപടിയാണ്. ഗവൺമെന്റിന്റെ ഒരു പോളിസിയെ അല്ലെങ്കിൽ ഈ പറയുന്നപടിയെ വിമർശിക്കുന്നത് മറ്റുള്ള വ്യക്തിഹത്യ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മാത്രമല്ല, വൈദ്യുതി ബോർഡ് ചെയർമാനായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സർക്കാർ വൈദ്യുതി മേഖലയെ നടപ്പാക്കിയിട്ടുള്ള നടപടികളെ വിമർശിക്കുന്ന സമീപനം അദ്ദേഹം സ്വീകരിച്ചു. കേരളത്തിലെ വിവിധ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പീരീഡിൽ വൈദ്യുതി ബോർഡിൽ, വൈദ്യുതി മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ള നടപടികളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ പല അന്തിച്ചർച്ചകളിലും വന്നിരുന്ന്
കടുത്ത സർക്കാർ വിരുദ്ധത ഒരു യുക്തിയുമില്ലാതെ പറയുന്ന മാധ്യമപ്രവർത്തകർക്കൊക്കെ ഒപ്പം അന്തിച്ചർച്ചയിൽ വന്നിരുന്നത് വളരെ വലിയ ഗീർവാണം പോലെ അദ്ദേഹം പറയുന്നു. ഇതൊരു ഉദ്യോഗസ്ഥനും ചട്ടത്തിനും ചേർന്നതല്ല അല്ല ശ്രീ സുരേഷ് കുമാർ. അതോടൊപ്പം തന്നെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ അതാണ് അദ്ദേഹം കറക്റ്റാണ്. ഈ പറയുന്ന ഇപ്പം വൈദ്യുതി ബോർഡിന്റെ ലാൻഡ് മുൻ വൈദ്യുതി മന്ത്രി ശ്രീ എം എം മണിയും ബന്ധുക്കളും കൂടി തട്ടിയെടുത്തു എന്ന രൂപത്തിൽ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. വൈദ്യുതി ബോർഡ് ചെയർമാനായിരിക്കെ വലിയ പ്രതിഷേധം വന്നപ്പോൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു പോയി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക എന്നുള്ളൊരു നടപടി സ്വീകരിച്ചല്ലോ. എല്ലാ കാലത്തും ഈ നിലയ്ക്ക് സ്വന്തം താല്പര്യങ്ങൾക്കനുസൃതമായി റൂൾ നോക്കാതെ സ്ഥാപിത താല്പര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇടപെടുക എന്ന സമീപനം സ്വീകരിച്ചു പോന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ ബി അശോക്. ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വൈദ്യുതി മേഖലയിൽ തന്നെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ നമ്മുടെ വൈദ്യുതി പ്രതിസന്ധി. ഇതുമായി ബന്ധപ്പെട്ട് ദീർഘകാല കരാറ് ഇടതുപക്ഷ സർക്കാർ ക്യാൻസൽ ചെയ്തു എന്നൊക്കെ രൂപത്തിലുള്ള തെറ്റായ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്ത് ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ ബി അശോക് എന്ന് ഇപ്പൊ വൈദ്യുതി ബോർഡിലെ ഇത്തരം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അറിയുന്ന ഒരാളെന്ന് എനിക്ക് പറയേണ്ടി വരും. വൈദ്യുതി ബോർഡ് ഈ വൈദ്യുതി കരാറ് സംബന്ധിച്ച് എല്ലാ കാലത്തും എടുത്തിട്ടുള്ള പൊസിഷൻ കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകതയിൽ ഇതൊരു സഹായകരമായ ഒന്നാണ്. ദീർഘകാലമാകുമ്പോൾ അതിന്റെ സ്റ്റേബിൾ പ്രൈസ് നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന രൂപത്തിലൊരു വൈദ്യുതി നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് ഗുണകരമാണ് എന്ന നിലപാടാണ് വൈദ്യുതി ബോർഡ് എല്ലാ കാലത്തും എടുത്തത്. അങ്ങനെ വൈദ്യുതി ബോർഡ് നിലപാടെടുത്ത് പോരുന്ന സമയത്ത് വൈദ്യുതി ബോർഡിന്റെ CMD ആയിരുന്ന അദ്ദേഹം ഗവൺമെന്റിലേക്ക് ഈ കരാറ് വലിയ രൂപത്തിൽ സംസ്ഥാനത്തിന് ദോഷകരമാണ് എന്ന് പറഞ്ഞൊരു കത്തെഴുതുക. ഈ ഒരു വിധത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല ഉദ്യോഗസ്ഥരുടെ പേരെടുത്തിട്ട് ഇവരാണ് ഈ കരാറിൽ ഇടപെട്ടത്, അതുകൊണ്ട് നടപടി എടുക്കണം എന്ന് ബോർഡിൽ ഇത് സംബന്ധിച്ച് ബാക്ക് ഫയലില്ല. ഒരു ബാക്ക് ഫയൽ ഇല്ലാണ്ട് സ്വന്തം നിലയിൽ ഒരു കത്ത് തയ്യാറാക്കി ഗവൺമെന്റ് അയക്കുക. ആ കത്ത് ബോർഡിൽ നിന്ന് തയ്യാറാക്കിയത് പോലല്ല, അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി ഒരു കത്ത് തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് എത്തിക്കുന്ന സമീപം ഉണ്ടായി. ഇങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ഗുരുതരമായ ചട്ടലംഘനം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം. പക്ഷെ ഇതൊക്കെ കവറത്ത് പോകുന്നതിന് ഒരു സ്കില്ല് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏതായാലും ആ സ്കില്ല് പോലും പെടുത്തി നമുക്ക് പറഞ്ഞാൽ തുറന്നു കാണിക്കപ്പെടുന്ന അവസ്ഥയെ മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.